ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആർട്ട് എന്ന് പറയുന്നത് സെൻറ്റാങ്കിൾ ആർട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ സെൻറ്റാങ്കിൾ ആർട്ട് വരച്ചിരുന്നു. അതൊക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയതായിട്ടൊരു സെൻറ്റാങ്കിൾ ആർട്ട് വരയ്ക്കാം. അപ്പോൾ സെൻറ്റാങ്കിൾ ആർട്ടൊക്കെ വരയ്ക്കാൻ, പാറ്റേൺസൊക്കെ വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വേവി ലൈൻസ് ഇടാണ് വേണ്ടത്. ഞാൻ ഏകദേശം 10 സെറ്റ് വേവി ലൈൻസ് ഇട്ടിട്ടുണ്ട്. അത് രണ്ടും ഏകദേശം ഇങ്ങനെ മെർജായി വരുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ആ 2 വേവി ലൈൻസിൻ്റെ ഇടയിലായിട്ട് ഓവൽ ഷേപ്പിൽ സർക്കിൾസ് വരച്ചു കൊടുക്കണം. ദെൻ ആ സർക്കിൾസിൻ്റെ ഗ്യാപ്പ് നമ്മൾ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഫില്ല് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി കാണാനായിട്ട് ഒരു എലഗൻറ്റ് ലുക്ക് നമുക്ക് തരും. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈസി ആയിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ഏതൊരു വരയ്ക്കാൻ അറിയാത്ത ഒരാൾക്ക് പോലും ഈ ആർട്ട് ഈസിയായി ചെയ്യാവുന്നതാണ്. നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ തോട്ട്സൊക്കെ മാറ്റാനൊക്കെ ഈ ആർട്ട് ഒരുപാട് സഹായിക്കും. വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് പോലും ഇത് ഈസി ആയിട്ട് വരയ്ക്കാം. നമ്മൾ ഈ സെൻറ്റാങ്കിൾ പാറ്റേൺ ആദ്യം വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കാനായിട്ട് തുടങ്ങും. ഇതുപോലൊരു ബുക്കും കൂടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്തു വയ്ക്കാം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരിക്കും. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പാറ്റേൺ വർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയണം. ഇത് വളരെ സിമ്പിളാണ് കാണുമ്പോൾ, വരയ്ക്കുമ്പോഴും സിമ്പിളാണ്. പക്ഷെ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു ലുക്ക് തന്നെയായിരിക്കും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഈ ചാനലിൽ എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും ഈ ആർട്ട് റിലേറ്റഡ് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇടയിലും ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോസ് താല്പര്യമുള്ളവരാണെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ഏതൊരു കളർ വെച്ച് ചെയ്താലും നമുക്ക് ഇത്രയും ഒരു ലുക്ക് കിട്ടണമെന്നില്ല. നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.